Meet the editors. ഖർഗയ്ക്കും വിവേചനമോ എന്നാണ് ചോദ്യം. പി ആർ സുനിൽ, നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ട് ജാതിയെക്കുറിച്ച് മതത്തെക്കുറിച്ച് ഒക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള മനുഷ്യരാണെന്ന് കരുതുന്ന സമയമാണ്. ഇപ്പോഴും അടിസ്ഥാനമായിട്ട് ആ കാഴ്ചപ്പാട് മാറിയിട്ടില്ലെന്നാണ്. ഞാൻ നോക്കൂ, ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ റാംലീല മൈതാനത്ത് നിന്ന് മല്ലികാർജുൻ ഖർഗെ എന്ന ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ദളിത് സമുദായത്തിൽ ഉയർന്നു വന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്നു വന്ന് തൻ്റേതായൊരിടം കണ്ടെത്തിയ മനുഷ്യൻ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ഏറ്റവും മുതിർന്ന പാർലമെൻറ്റേറിയൻ, ഈ അദ്ദേഹത്തിൻ്റെ ജാതി മുൻനിർത്തിക്കൊണ്ടൊരു പ്യൂരിഫിക്കേഷൻ നടത്താൻ എങ്ങനെയാണ് ഇവർക്ക് ധൈര്യം വരുന്നത്? ഈ അവഹേളനം ഖാർഗെയോട് എങ്ങനെയാണ് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത്? ഈ ജാതി വിവേചനം എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ്. അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ 8 പതിറ്റാണ്ടുകൾ കഴിയുമ്പോഴും അത് ഒരു യാഥാർത്ഥ്യമായി തന്നെ ഇന്ന് ഇന്ത്യയിലുണ്ട്. നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അത് ഇന്ത്യയിലുണ്ട്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കൂടിയുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമുണ്ട്. ജാതി എന്നത് ആഴ്ന്നിറങ്ങി നിൽക്കുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. നമുക്കത് പല കാലങ്ങളിൽ പല രീതിയിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹൽദ്വാനി എന്ന് പറയുന്ന രാംലീല മൈതാനത്ത് നോക്കൂ, മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്നത്, ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കർണാടകത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് 7 വയസ്സായിരിക്കെ ഈ മല്ലികാർജുൻ ഖാർഗെയുടെ അവരുടെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു ലഹളയിൽ, ഒരു വർഗീയ സംഘർഷത്തെ തുടർന്ന് ഇവരുടെ വീടിന് തീപിടിക്കുകയും മല്ലികാർജുൻ ഖാർഗെയുടെ അമ്മയും സഹോദരിയുമൊക്കെ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നീട് അവർ കൽബുർഗിയിലേക്ക് മാറുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് പട്ടിണി കിടന്ന് പഠിച്ച് ഒക്കെയാണ് മല്ലികാർജുൻ ഖാർഗെ ഒരു അഭിഭാഷകനായി മാറുന്നത്. പിന്നീടാണ് തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. വലിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് മല്ലികാർജുൻ ഖാർഗെയെ സംബന്ധിച്ചിടത്തോളം. 60-70 വർഷത്തെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് മല്ലികാർജുൻ ഖാർഗെ. ആ നേതാവാണ് ഇന്ന് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ വന്നതെന്ന് പറയുന്നത് എനിക്കൊരു ജാതി അധിക്ഷേപം ഉണ്ടായി എന്നത്. അത് മല്ലികാർജുൻ ഖാർഗെക്ക് മാത്രമാണോ? നമുക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ജാതി അധിക്ഷേപം ഈ രാഷ്ട്രപതിയായിരിക്കെ തന്നെ ഡൽഹിയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജഗന്നാഥ ക്ഷേത്രത്തിൽ അവർ പോയപ്പോൾ അവർക്ക് വിഗ്രഹത്തിനരികെ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു പലക വെച്ച് അതിന് പിറകിലാണ് രാഷ്ട്രപതി നിന്നത്. ഇപ്പോൾ ഞാൻ രാജസ്ഥാനിലൊക്കെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് രാജസ്ഥാനിലെ ഈ ജയ്സാൽമീറിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ ദളിതർക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പോകാൻ പ്രവേശനമില്ല. പിന്നാക്ക ജാതിക്കാരാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പടിവരെ പോകാം. ബ്രാഹ്മണർക്കാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയി വിഗ്രഹത്തിൽ തൊട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഗുജറാത്താണല്ലോ വലിയ മോഡൽ, ഗുജറാത്ത് മോഡൽ എന്നൊക്കെ പറയുന്നത്. അവിടുത്തെ ഉനയിൽ ഞാൻ പോയിട്ടുണ്ട്. ഉനയിൽ അവിടെ ഒരു ദളിത്, നമുക്കറിയാം, അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ തന്നെ നമ്മൾ നേരത്തെ വലിയ ചർച്ചയായിട്ടുണ്ട്. 4 ദളിത് യുവാക്കളെ ഒരു വാഹനത്തിൽ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തിനാണ് അവരെ അന്ന് മർദ്ദിച്ചത്? അവിടുത്തെ മേൽജാതിക്കാർ ഈ ദളിത് വിഭാഗം പശുവിനെ കൊന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് ആക്രമിച്ചത്. യഥാർത്ഥത്തിൽ അന്ന് അവിടുത്തെ ആ ദളിത് വിഭാഗത്തിൻ്റെ ഉപജീവനം എന്നല്ല, അവരുടെ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലായിരുന്നു ഈ പശുവിൻ്റെ തോൽ എടുക്കുക. അവിടെ പശുക്കൾ ചാകുമ്പോൾ അതിൻ്റെ തോലെടുക്കുക, അത് വിൽക്കുക. ഇതൊക്കെ അവരൊരു പരമ്പരാഗത തൊഴിലാണ്. അപ്പോൾ അന്ന് ഈ ഒരു രാഷ്ട്രീയം കത്തിപ്പടർന്നപ്പോൾ ആ ഗുജറാത്തിൽ, ഗാന്ധിജിയുടെ നാട്ടിൽ, ഗാന്ധിജി ജനിച്ച നാട്ടിൽ, ആ ഗുജറാത്തിൽ, ആ ഉനയിൽ ആ 4 ചെറുപ്പക്കാരെ, 4 യുവാക്കളെ അന്ന് ഉനയിലെ പോലീസ് സ്റ്റേഷന് മുന്നിൽ വാഹനത്തിൽ കെട്ടി വലിച്ചു കൊണ്ടുവന്ന് മർദ്ദിക്കുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഗ്രാമത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ വീട്ടിലുള്ള മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. എത്രത്തോളം ഭയത്തോടെയാണ് ആ മനുഷ്യർ ജീവിക്കുന്നത് എന്നത് നമുക്ക് അവരുടെ വാക്കുകളിൽ വളരെ വ്യക്തമായിരുന്നു. അതിനുശേഷം ഒരുപാട് ഇതുപോലുള്ള കാഴ്ചകൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ട്, അത് പല രൂപത്തിൽ കണ്ടിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് എല്ലാ ഇടങ്ങളിലും ഇത് സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് മാധ്യമ ലോകത്തെ ഈ ജാതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു കാരവനിൽ വിനോദ് ജോസിൻ്റെ ഒരു ലേഖനം ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 12% വരുന്ന ഉന്നത ജാതി വിഭാഗങ്ങളാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ തന്നെ നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിലെ എഡിറ്റോറിയൽ തീരുമാനിക്കുന്നത് ഈ ഉന്നത ജാതി വിഭാഗങ്ങളാണ്. ഏതെങ്കിലും ഒരു ലേഖനത്തിൽ വിനോദ് ജോസ് ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ എഡിറ്ററായി ഒരു ദളിതൻ ഇന്ന് രാജ്യത്തുണ്ടായിട്ടുണ്ടോ എന്നൊരു അഭിമാനത്തോടെ വിനോദ് ജോസ് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. കാരവനിൽ വന്നിട്ടുള്ള, കാരവനാണ് ഈ ബൊഫേഴ്സ് എല്ലാം നമ്മുടെ ഈ റഫേൽസ് ആയുധ ഇടപാട് സംബന്ധിച്ചുള്ള അഴിമതി പുറത്തു കൊണ്ടുവരുന്നത്. ആ വിവരം, ആ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് ബീഹാറിൽ നിന്നുള്ള ഒരു ദളിത് ജേർണലിസ്റ്റാണ് ചെയ്തത്. അതിൽ അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ ആ ഒരു ലേഖനത്തിൽ വിനോദ് ജോസ് അന്ന് പറയുന്നുണ്ട്. അപ്പം ഈ നിലയിലാണ് ജാതി എന്ന് പറയുന്നത്
എന്നത് എല്ലാ മേഖലയിലും പടർന്നു നിൽക്കുന്നത്. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കമ്പും കോലൊക്കെ കൊണ്ട് കുറേ സന്യാസിമാരെയും കൂട്ടി ആ പാർലമെൻറ്റിനുള്ളിലേക്ക് വന്നല്ലോ. ഇന്ത്യൻ പാർലമെൻറ്റ്, അതെ അതെ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധിപൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണല്ലേ. നമ്മുടെ പാർലമെൻറ്റിൻ്റെ അധിപൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. ആ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അവിടെ ക്ഷണിച്ചില്ല. അവരൊരു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രപതിയാണ്. അപ്പോൾ രാഷ്ട്രീയം നോക്കി നിങ്ങളിതെല്ലാം ചെയ്യും, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ അവർക്ക് ഇരിപ്പിടം നൽകുന്നില്ല, സ്ഥാനം നൽകുന്നില്ല എന്നത് ഇതിലൊക്കെ തന്നെ കൃത്യമായ മാതൃകകൾ ഇവരൊക്കെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിച്ചിട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്തുകൊണ്ടാണ് അവിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ വിളിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കൊപ്പം, ഇപ്പോൾ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു നേതാവാണല്ലോ നരേന്ദ്രമോദി, ഞാനൊരു പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. ഞാനൊരു ചായ വിൽപ്പനക്കാരനാണ്, പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളാണെന്ന് പറഞ്ഞ് 2014 2019 2024 ഒക്കെ തന്നെ വലിയ വാദങ്ങൾ നിരത്തിയ മോദി ഒരിക്കലെങ്കിലും ഈ അയോധ്യയിലെ ഇത്തരം ചടങ്ങുകളിലോ പാർലമെൻറ്റ് ഉദ്ഘാടന ചടങ്ങിലോ ഒക്കെ തന്നെ ഈ സന്യാസിമാർക്കൊപ്പം നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദളിത് വിഭാഗക്കാരനായ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയോ അതിനുശേഷം ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ദ്രൗപദി മുർമുവിനെയോ അദ്ദേഹത്തിനൊപ്പം നിർത്താതിരുന്നത്? അപ്പം ഇവിടെയൊക്കെ തന്നെ ജാതി എന്നത് അത്ര ആഴത്തിൽ എല്ലാ മനുഷ്യരുടെയും ഈ രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ തന്നെ മനസ്സിൽ അതിഭീകരമായി തന്നെയുണ്ട്. അത് മാറുന്നേയില്ല എന്നാണ്. അതാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഉത്തരാഖണ്ഡിൽ നേരിടേണ്ടി വന്നത്. പക്ഷേ എന്നെ അമ്പരപ്പിക്കുന്നത് ഈ വിഷയത്തിൽ, ഇപ്പോൾ ഈ വിഷയം മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ ഉന്നയിച്ചപ്പോൾ അവിടെ രാജ്യസഭ കക്ഷി നേതാവ് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞത് ഇതിൽ BJPക്ക് യാതൊരു പങ്കുമില്ല, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണ് എന്ന് പറഞ്ഞുവെങ്കിൽ പോലും അവിടെ ഈ ശുദ്ധികലശം നടത്തിയ ശ്രീരാമസേനയാണല്ലോ, അവർക്കെതിരെ ഇതുവരെ എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടില്ല, ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടില്ല, FIR എടുത്തിട്ടില്ല, അതിനെതിരെ ഒരു പ്രതിഷേധം ഉയർത്തില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനം എന്നൊക്കെ പറഞ്ഞ് വലിയ വാദങ്ങൾ ഉയർത്തുന്നത്. എന്തെങ്കിലും ഒരു പ്രതിഷേധം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ടോ? BJP ഔദ്യോഗികമായി ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്? അപ്പോൾ ഇതാണ് ഇതൊരു ഗൗരവമായ വിഷയമാണ്. ഇന്ത്യയുടെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നത് മാത്രമല്ല, മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു ദളിത് നേതാവാണ്, കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ്. അവിടെ ഒരു രാഷ്ട്രീയ മര്യാദയുടെ വിഷയമുണ്ട്, അവിടെ ഒരു സാമുദായിക മര്യാദയുടെ വിഷയമുണ്ട്, ജാതി മര്യാദയുടെ വിഷയമുണ്ട്. നിങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വാർഷികത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. അതിനെ അത്ര ഗൗരവത്തിൽ കണ്ട് അതിൽ ശക്തമായി പ്രതികരിക്കുകയും അത് ചെയ്തവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയും ചെയ്യേണ്ടതിന് പകരം ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല, BJPക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് നമ്മുടെ കേന്ദ്രമന്ത്രിമാർ ശ്രമിച്ചത്. അപ്പോൾ ഇതൊക്കെ ഈ രീതിക്കാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഇത് മാത്രമൊന്നുമല്ല, ചെറുതും വലുതുമായ ഒരുപാട് ജാതി അധിക്ഷേപങ്ങൾ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും സംഭവിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ക്ഷേത്രങ്ങളിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ സാഹചര്യമാണ്. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ള പല ജനപ്രതിനിധികൾക്കും അവർ താഴ്ന്ന ജാതിക്കാരാണെങ്കിൽ പിന്നീട് ജാതി അധിക്ഷേപങ്ങൾ നേരിട്ട സാഹചര്യമൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഇതൊക്കെ മാറണം. ഇതൊക്കെ മാറാൻ വേണ്ടി വലിയ പോരാട്ടങ്ങൾ മുൻപ് നടന്നിരുന്നു. പക്ഷേ 2014 ശേഷം ഞാൻ കൃത്യമായി മാർക്ക് ചെയ്ത് പറയുന്നു, 2014 ശേഷം ജാതി എന്നത് അതിഭീകരമായി ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അതിതീവ്രമായി ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഉത്തരാഖണ്ഡിൽ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന ഇന്ത്യയുടെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിനെ നേരിടേണ്ടി വന്നത്. ഖാർഗെയ്ക്കും വിവേചനമോ എന്നാണ് ചോദ്യം. സ്മൃതി, യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം കോൺഗ്രസ് പ്രസിഡന്റ്, ഒരു സമുന്നതനായ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള, ഇത്ര കാലം പ്രവർത്തന പരിചയമുള്ള ഒരു നേതാവിന് തന്നെ ഇതാണ് വിവേചനം, ഇതാണ് സാഹചര്യം എന്നുള്ളത് അദ്ദേഹം തന്നെ പാർലമെന്റിൽ പറയുകയാണ്, അല്ലേ? അപ്പോൾ അദ്ദേഹം ഓഗസ്റ്റ് 8 ഉത്തരാഖണ്ഡിൽ ഹൽദ്വാനി എന്ന സ്ഥലത്ത് കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നു. അതിനുശേഷം അവിടെ ഒരു ശുദ്ധികലശം നടക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ശുദ്ധികലശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ പ്രസംഗിക്കാൻ വന്ന ഖർഗെ അദ്ദേഹം അശുദ്ധനാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിച്ച് അവിടെ നിന്ന് പോയ ശേഷം അവിടെ ശുദ്ധികലശം നടത്തണം എന്ന് പറഞ്ഞാൽ അവിടെ ശുദ്ധീകരിക്കുക എന്ന് വെച്ചാൽ ഒരു അശുദ്ധനായ വ്യക്തി അവിടെ നിന്ന് പോകേണ്ടതുണ്ട്, അദ്ദേഹത്തെ സ്പർശിക്കാൻ പാടില്ല, അദ്ദേഹം നിന്ന സ്ഥലം ശുദ്ധമാക്കപ്പെട്ടു എന്ന ഒരു ആലോചനയിൽ നിന്നാണല്ലോ ഇത് ചെയ്യുന്നത്. ശ്രീരാമസേന ചെയ്തിരിക്കുന്നു. അങ്ങനെ ശ്രീരാമസേന, ഹനുമാൻ സേന, അങ്ങനെ എത്ര സേനകളുണ്ട്. ഈ സേനകളൊക്കെ തന്നെയും ഈ പരിവാറിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ അവർ പല ഘട്ടങ്ങളിലായി, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്താകെ തന്നെയും ഈ തരത്തിലുള്ള സംഭവങ്ങൾ സാധാരണ ജനങ്ങൾക്കെതിരെ, ദളിതുകൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെയൊക്കെ നടക്കുന്ന ആക്രമണങ്ങൾ നമ്മൾ പല ഘട്ടങ്ങളായി വാർത്തകൾ നൽകിയിട്ടുണ്ട്. ദളിതുകളെ മൂത്രം കുടിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ചെരുപ്പ് കൊണ്ട് മുഖത്തടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അത് വാർത്തയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ ഇതാണല്ലോ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും നമ്മൾ കണ്ടിട്ടുണ്ട് പല സംഭവങ്ങളും. കേരളത്തിലും പല ഇടങ്ങളിലും അത്തരം സംഭവങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഡിഗ്രിയും അതിൻ്റെ രീതിയും ഒക്കെ വ്യത്യാസമുണ്ടാകും. പക്ഷേ ഇത് ഇവിടെ സംഭവിക്കുന്നുണ്ട്. രാജ്യത്തെ ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയുമ്പോഴും പ്രധാനപ്പെട്ട ഒരു നേതാവിന് തന്നെ ഇത് അനുഭവവേദ്യമാകുന്നു എന്ന് പറയുമ്പോഴാണ് ഇത് ഏതു തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ആശങ്കപ്പെട്ടിരുന്നത്. അവിടെയാണ് നമുക്ക് ഈ സനാതന ധർമ്മ വിവാദം ഒന്നുകൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നത്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ വിവക്ഷിക്കുന്നത്? ആളുകളെ ജോലിയുടെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഓരോ കള്ളികളായി തിരിച്ചുകൊണ്ട് അതിലേറ്റവും താഴെയുള്ള വിഭാഗമാണ് ഈ പറയുന്ന ദളിതരെന്നും അവർ തൊട്ടുകൂടാത്തവരാണ് എന്നും കൂടി കൃത്യമായി പറഞ്ഞു വയ്ക്കുന്ന സനാതന ധർമ്മ നിലപാട്, ആ നിലപാട് ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് കുറച്ചുകൂടി സ്വീകാര്യത ലഭിക്കുന്ന രീതിയിലേക്ക് ആ പ്രവർത്തനം നടക്കുകയാണ് എന്നുള്ളതാണ്. അതാണ് ആശങ്കപ്പെടുത്തേണ്ട കാര്യം. അപ്പോൾ ഈ സനാതനധർമ്മ വിഷയത്തിൽ മുൻപ് നമ്മുടെ ഈ രാജ്യത്ത് ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകൾ നടക്കുമ്പോൾ സനാതനധർമ്മത്തിനെതിരെ പ്രതികരിച്ച അന്ന് DMK ഒക്കെ അതിശക്തമായി പ്രതികരിച്ചിരുന്നു. അങ്ങനെ പ്രതികരിച്ചവർക്കെതിരെ നടന്നിട്ടുള്ള ആക്രമണം ഏത് രൂപത്തിലായിരുന്നു നമ്മൾ കണ്ടതാണ്. എത്രത്തോളം അത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രപതിക്ക് ഇപ്പോൾ അനുഭവഭേദ്യമായി എന്ന് പറയുന്ന കാര്യം, പക്ഷേ അത് വേറെ ചില ഘട്ടങ്ങളിൽ രാഷ്ട്രപതി ഒരു ആദിവാസി വിഭാഗത്തിൽ വന്ന ഒരാളെ ഞങ്ങളിതാ രാഷ്ട്രപതി ആക്കിയില്ലേ എന്ന് മേനി പറയാറുണ്ട്. അതേസമയം ഈ രാഷ്ട്രപതിക്ക് പ്രധാനപ്പെട്ട വേദികളിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഖർഗെ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ ഒരു ഇപ്പോഴത്തെ യാഥാർത്ഥ്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നാക്കം നടക്കുകയാണ്. പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഈ പറയുന്ന പുരാണം എന്ന് പറയുന്നത് ശാസ്ത്രമാണ് എന്ന രൂപത്തിൽ വിവക്ഷിക്കുക, അത് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നതാണ് എന്ന രൂപത്തിൽ വിവക്ഷിക്കുക, അതിനെതിരെ പ്രതികരിക്കുന്നവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, ഇതൊക്കെ നമ്മളിവിടെ കാണുകയാണ്. ഖർഗെയുമായി ബന്ധപ്പെട്ട് ഖർഗെ ഈ ഒരു വെളിപ്പെടുത്തൽ രാജ്യസഭയിൽ നടത്തുമ്പോൾ രാജ്യസഭ അധ്യക്ഷൻ അതിൽ ആശങ്കപ്പെടുന്നുണ്ട്. CP രാധാകൃഷ്ണൻ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധന വേണമെന്ന്. JP നഡ്ഡയാണ് അതിൽ പ്രതികരിച്ച മന്ത്രി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ സംഭവിച്ചെങ്കിൽ പരിശോധിക്കുമെന്ന്. ആ പരിശോധനയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. BJPക്ക് അത് റോളില്ല എന്ന് പറയുമ്പോൾ BJPക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന എപ്പോഴും ഈ പറയുന്ന സേനകളായിരിക്കും. സേനകൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയുണ്ട്. അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, അവർ നടത്തുന്ന നടപടികൾക്ക് ശേഷം ഇപ്പോൾ ജയിലിൽ പോയാലും തിരിച്ചു വന്നാൽ അവർക്ക് മാലയിടുക, ഇത്തരം നടപടികൾ പല ഘട്ടങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഖാർഗെയ്ക്കും സംഭവിച്ചിരിക്കുന്ന ആ അനുഭവമാണ്. അപ്പോൾ ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ നമ്മളെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാട്, അതാണ് ഇതിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ നിലപാട് ഈ സനാതന ധർമ്മത്തിനൊപ്പമാണ്. സനാതനധർമ്മം ഉയർത്തിപ്പിടിക്കുന്നവരാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ ആ ഭരിക്കുന്നവരുടെ നിലപാടാണ് ഇവിടെ ഈ രാമസേന നടപ്പാക്കിയിരിക്കുന്നത്. വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ഖർഗെയുടെ മകൻ ഇവിടെ കർണാടക ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം അവിടെ RSSനെതിരെ എടുത്തിരിക്കുന്ന നിലപാടുകൾ വളരെ നിർണായകമാണ്. ഇപ്പോൾ RSS ഒരു രജിസ്റ്റേർഡ് സംഘടനയല്ല എന്നുള്ള കാര്യം ആവർത്തിച്ചു പറഞ്ഞു. എന്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന ചോദ്യം ഖർഗെയുടെ മകൻ ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യം ഇവിടെ അലോസരപ്പെടുത്തുന്നുണ്ട് പലരെയും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അവിടുത്തെ വിവിധ സംഘടനകൾക്ക് പരിപാടികൾ നടത്തണമെങ്കിൽ കൃത്യമായ അനുമതി വേണമെന്ന് പറയുന്നത്. RSSന് ആ രൂപത്തിൽ അവിടെ പരിപാടി നടത്തണമെങ്കിൽ രജിസ്റ്റേർഡ് ആകണം എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. കർണാടകയിൽ അവിടെ ഒരു നിലപാട് ഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന, അതുകൂടിയാണോ ഇതിന് പിന്നിൽ എന്ന് സംശയിക്കാവുന്നതാണ്. ഖർഗെ പലതരത്തിൽ ഇത്തരം വിവേചനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന, രാഷ്ട്രീയമായി അതിശക്തമായ പ്രതികരണം നടത്തുന്ന ഒരു നേതാവാണ്. നമുക്കറിയാം ഖർഗെയെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനാക്കിയതും ഒരു സന്ദേശം എന്ന നിലയ്ക്കാണ്. അത് രാഹുൽ ഗാന്ധി പല ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ള ഒരു സന്ദേശം എന്ന നിലയ്ക്കാണ്. അങ്ങനെ ഒരു ദളിത് സംഘടനയിൽ നിന്ന് ഒരു നേതാവ് ഉയർന്നു വരേണ്ടതുണ്ട് എന്നൊരു ആലോചനയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ അധ്യക്ഷനാക്കിയത്. അതേപോലെ തന്നെ പല ഘട്ടങ്ങൾ, പല രൂപത്തിലും, പല സംവിധാനങ്ങളിലും ദളിതുകളും OBCകളും എത്രയുണ്ട് എന്നൊരു എണ്ണമടക്കം, അതിലൊരു പരിശോധനയടക്കം നേരത്തെ കോൺഗ്രസ് നടത്തുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന മോദി അദ്ദേഹം പിന്നാക്കക്കാരനാണെന്ന് പറയുമ്പോൾ അദ്ദേഹം OBC വിഭാഗത്തിലെ, അദ്ദേഹത്തിൻ്റെ വലിയ വിഭാഗം OBC വിഭാഗത്തിൽ പിന്നെ ചേർക്കപ്പെട്ടതാണല്ലോ. അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടുത്തെ സമ്പന്ന വിഭാഗമാണ്. അത് ഒരു രാഷ്ട്രീയ നേട്ടവുമായി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് ആ വിഭാഗത്തെ ഈ പറയുന്ന പിന്നാക്കക്കാരുടെ പട്ടികയിൽ പെടുത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയുന്ന വാചകങ്ങൾ പലപ്പോഴും BJP തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളതും ഈ ആദിവാസി വിഭാഗങ്ങൾക്കിടയിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്ന നടപടികളിലേക്ക് കടന്ന് അവരുടെ വോട്ട് കൂടി നേടിയിട്ടാണെന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നാക്കക്കാരുടെ വോട്ട് നേടുന്നു പല ഘട്ടങ്ങളിൽ. അവർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ജീവിതവും പരിസരവുമായി ബന്ധപ്പെട്ട് അവരുടെ
നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ജീവിത നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം വിവേചനം കാണിക്കുന്നു, എത്രത്തോളം അവർ മാറ്റി നിർത്തപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം പാർലമെന്റ് അവസാനിക്കുമ്പോൾ ഈ ഒരു വാചകം തനിക്ക് ദളിത് വിവേചനം നേരിടേണ്ടി വന്നു എന്ന് ഖർഗെ പറഞ്ഞിട്ടുള്ള അതൊരു എന്താ പറയുക, നമ്മുടെ മേൽ പതിച്ചിരിക്കുന്ന ആഘാതം ഉള്ള ഒരു വലിയ സംഗതിയാണെന്നുള്ളതാണ്. അതിനോട് ശക്തമായി തന്നെ പ്രതികരിക്കേണ്ടതുണ്ട്. കോൺഗ്രസിന് വലിയ പ്രതിഷേധ റാലിയൊക്കെ നടന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലപാടെടുക്കുന്ന വിഷയം. അത് രാജ്യസഭയിൽ വന്ന് അദ്ദേഹം പറയുമ്പോഴാണ് ഇന്ത്യ മുഴുവൻ കേൾക്കുന്നത്. 8-ാം തീയതിയാണ് മല്ലികാർജുൻ ഖർഗെ ഈ രാംലീല മൈതാനത്ത് ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് വന്ന് ഒരു പബ്ലിക് റാലി, കോൺഗ്രസിൻ്റെ തന്നെ റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. 2 ദിവസത്തിന് ശേഷമാണ് ഈ പ്യൂരിഫിക്കേഷൻ. നടത്തിയ സംഘടനയുടെ പേര് ശ്രീരാമസേന ധർമാർത്ഥ സേവാ ന്യാസ് എന്ന് പറയുന്ന സംഘടനയാണ്. അവരതിന് വ്യക്തമായൊരു കാരണവും പറഞ്ഞിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ഖാർഗെയ്ക്കും വിവേചനം നേരിട്ടോ? ഏത് സിംഹാസനത്തിന് പിന്നിലും പിറുപിറുക്കുന്ന, നമ്മൾ 100 സിംഹാസനങ്ങളെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഏത് സിംഹാസനത്തിന് പിന്നിലും പിറുപിറുക്കുന്ന ജാതി മനസ്സ് ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മൾ ചരിത്രത്തെ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. എവിടെയാണ് ജാതി? ഇവിടെയുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടോ? ഇപ്പോഴുമുണ്ടോ? അതൊക്കെ പണ്ടല്ലേ എന്ന് നിഷ്കളങ്കരാകുന്ന മനുഷ്യരാണ് നമ്മളെപ്പോഴും, ഏറിയ കാലത്തും ഏറിയ സമയത്തും. പക്ഷെ അങ്ങനെയല്ല. അത് അത്രത്തോളം വേദനിപ്പിക്കുന്നതാണ് എന്നും അത്രത്തോളം മനുഷ്യരെ വേട്ടയാടുന്നതാണ് എന്നതുമാണ് ഇന്ത്യയുടെ വർത്തമാന രാഷ്ട്രീയം സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ഏതു മേഖലയിലാണ് എങ്കിലും വളരുന്ന മനുഷ്യനെ കണ്ടാൽ അവനെ ചെറുതാക്കാൻ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് എന്ന് പഠിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളവർ. അപ്പോൾ ജാതിയാണെങ്കിൽ അങ്ങനെ, മതമാണെങ്കിൽ അങ്ങനെ, ക്ലാസ് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നത്. അത് ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് ജാതി എന്നത് ഇപ്പോഴും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് ഈ റാലി അഭിസംബോധന ചെയ്ത് മല്ലികാർജുന ഖാർഗെ സംസാരിക്കുന്നത്. മല്ലികാർജുന ഖാർഗെയുടെ ഈ പോരാട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരത്തെ സുനിൽ സാർ വളരെ വിശദമായി പറയുകയും ചെയ്തു. നോക്കിപ്പോൾ 2026 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷന് ഇതാണ് അനുഭവിക്കേണ്ടി വരുന്നത് എങ്കിൽ, മല്ലികാർജുന ഖാർഗെയുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിന് 50 വർഷത്തെ പഴക്കമുണ്ട്. 2023 അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിൻ്റെ 50ാമത്തെ വാർഷികം ആഘോഷിക്കപ്പെട്ടത്. അദ്ദേഹം വളർന്ന കാലത്ത്, അദ്ദേഹം പഠിച്ച കാലത്ത്, അദ്ദേഹം നിയമമാണ് പഠിച്ചത്, അദ്ദേഹം വളർന്ന കാലത്ത്, അദ്ദേഹം സമരങ്ങളിൽ നിന്ന കാലത്ത്, അദ്ദേഹം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച കാലത്ത് എത്രമേൽ ഹീനമായിട്ടായിരിക്കാം ഒരുപക്ഷെ പറയുന്ന ജാതി അദ്ദേഹത്തിന് മുന്നിൽ നിന്നിട്ടുണ്ടാവുക. അതിനെയൊക്കെ പോരടിച്ച് വന്ന ഒരു മനുഷ്യനെ 2026 കാലത്തിൽ നിങ്ങൾക്ക് വേദനിപ്പിക്കാനൊന്നും കഴിയില്ല. ജാതിയെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളാണ് യഥാർത്ഥത്തിൽ ആരാണോ അത് ചെയ്തത് അവരാണ് ആ ശുദ്ധീകരണം നടത്തേണ്ടത്. പക്ഷെ അത് വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്തം മല്ലികാർജുന ഖാർഗെക്ക് ഇപ്പോഴുമുണ്ട്. അദ്ദേഹത്തിന് വേദനിക്കുന്നു എന്നതിനപ്പുറത്ത് ഇനി ഒരാൾക്കും വേദനിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യം കൂടിയാണ് മല്ലികാർജുന ഖാർഗെ സ്വീകരിക്കുന്നത്. ഇത് വിളിച്ചു പറയേണ്ടതുണ്ട്. ഇപ്പോഴും ഈ രാഷ്ട്രീയത്തിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നു പറയേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്നാണ്. ഇപ്പം നഡ്ഡ അന്വേഷിക്കും എന്ന് പറയുന്നു. ഭരണഘടനയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അൺടച്ചബിലിറ്റി. ലോകം ഇത്രമേൽ ഈ പറയുന്നത് പോലെ അധമമാണ് എന്ന് വിചാരിക്കുന്ന ഒന്ന് ഇപ്പോഴും അരങ്ങേറുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നതാണ്. ഉത്തരാഖണ്ഡ് കോൺഗ്രസ് അധ്യക്ഷൻ ഗണേഷ് ഗോയാൽ ആണ് പറഞ്ഞത്. ശ്രീരാം സേനയ്ക്ക് ഒരു BJP ബന്ധം അദ്ദേഹം ആരോപിച്ചു. അതോടുകൂടിയാണ് ഈ വലിയ വിവാദങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. ഇത് ഔദ്യോഗികമായി ശ്രീരാമസേനയും BJPയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ശ്രീരാം സേനയുടെ ഒരു നേതാവ് ബാംഗ്ലൂരിലോ മറ്റോ മെമ്പർഷിപ്പ് സ്വീകരിച്ചു. ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 5 മണിക്കൂറിനുള്ള മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. വലിയ വിവാദങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ്. മറ്റ് ഒരു കാര്യങ്ങളും സൂചിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ ഈ തള്ളിപ്പറയുന്നുമില്ല എന്നതാണ് അതിനകത്ത് കാണേണ്ടുന്ന ഒന്ന്. അതായത് നേരത്തെ പറഞ്ഞ പോലെ അന്വേഷണം ഉണ്ടാകുന്നില്ല, FIR രജിസ്റ്റർ ചെയ്യുന്നില്ല. അപ്പോൾ ഭരണത്തിനും സംവിധാനത്തിനും കീഴിൽ ഇങ്ങനെ അഴിച്ചുവിടുന്ന ആളുകൾക്ക്, നമുക്ക് ഓർമ്മയുണ്ട് കന്യാസ്ത്രീകൾക്കെതിരായ അതിക്രമം ഉണ്ടാകുന്ന സമയത്ത് അവർക്കതങ്ങനെ അഴിഞ്ഞാടാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യവും പരിസരവും ഉണ്ടാക്കപ്പെടുന്നിടത്താണ് ആ ക്രൈമിന് അനുകൂലമായ സംവിധാനം സഹായകരമായി നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. എല്ലായിടത്തും വലിയ പ്രതിഷേധങ്ങളും റാലികളും ഒക്കെ ഉണ്ടാകുന്നു എന്നതാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ അപരിഷ്കൃതമായ ജാതി പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നത്. ഇപ്പോൾ 2023 കർണാടകയിലെ BJP മന്ത്രിയായിരുന്ന അരക ജ്ഞാനേന്ദ്ര എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് കർണാടകയിൽ ഒരു റാലിയിൽ പറഞ്ഞെന്താണെന്നറിയാമോ? ഈ കല്യാണ കർണാടകയിൽ മനുഷ്യന്മാരൊക്കെ പൊള്ളിപ്പോകുന്ന കരിഞ്ഞു പോയവരാണ്,
ഖാർഗെ നോക്കൂ എന്നാണ്. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഉണ്ടാകുന്ന അധിക്ഷേപം പൊതുപരിപാടി, ഇതിപ്പം ഞങ്ങളുമായി ബന്ധമില്ല, അങ്ങനെയല്ല, രാഷ്ട്രീയ പരിപാടി ആയതുകൊണ്ട് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ലേ? അദ്ദേഹം പൊതുപരിപാടിയിൽ വന്ന് പറയാണ് കല്യാണ കർണാടകയിലെ മനുഷ്യന്മാരൊക്കെ കരിഞ്ഞു പോകുന്നവരാണ്, കരിഞ്ഞു പോയതുപോലെ ഇരിക്കും. ഖർഗയെ നോക്കുന്നത് എന്തൊരു അധിക്ഷേപമാണ്. 2023 ഈ കഴിഞ്ഞ കാലത്താണല്ലോ, അപ്പോഴും ഇതേ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന മല്ലികാർജ്ജുന ഖാർഗെയാണ് നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ സഹായിക്കുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന കറുത്ത മനുഷ്യരോട് ലോകം, രാഷ്ട്രം ഒക്കെ എല്ലാ കാലത്തും ചെയ്യുന്ന ക്രൂരതകൾ ഇങ്ങനെ തന്നെയാണ്. ഈ തൊലിയുടെ പേരിൽ മാത്രം നീചരാണ് എന്ന് പറഞ്ഞു തലമുറകളെ പഠിപ്പിച്ച എത്രയോ മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. അത് ലോകം മുഴുവൻ അങ്ങനെയാണ്. ഇപ്പം ആനന്ദിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ ആഫ്രിക്കയിലൊക്കെ ഈ വെള്ളക്കാരെന്ന് വിശേഷിപ്പിക്കട്ട മനുഷ്യർ, കറുത്തവരെന്ന് വിശേഷിപ്പിക്കട്ട മനുഷ്യന്മാരുടെ ജീവിതത്തിന് മുകളിൽ അധികാരം സ്ഥാപിക്കുന്ന സമയത്ത് ഓരോ വർഷവും ഇല്ലാതായി പോകുന്നത്. ആഫ്രിക്കൻ കാടുകളിലേക്ക് ഇവർ അധിനിവേശം നടത്തുന്ന സമയത്ത് പാമ്പുകളോട് പടവെട്ടിയും രോഗങ്ങളോട് പടവെട്ടിയും ഒക്കെ ലക്ഷക്കണക്കിന് മനുഷ്യർ അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ ഇന്ത്യയിൽ തന്നെ നോക്കൂ, ദളിത് അട്രോസിറ്റി കേസുകൾ 3400 റേപ്പ് കേസുകൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും അവസാനം കിട്ടുന്ന ബേസിയർ ഡാറ്റ നോക്കുകയാണെങ്കിൽ ദളിത് സ്ത്രീകൾക്കെതിരായ റേപ്പ് കേസുകൾ 3400-ലധികം ഉണ്ട് എന്നുള്ളതാണ്. ദളിത് സ്ത്രീകളെ അതിക്രമിക്കുക, ബലാത്സംഗം ചെയ്യുന്ന റൈറ്റാണെന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാർ ജീവിക്കുന്ന ഗ്രാമങ്ങൾ ഇന്നും നമ്മുടെയൊക്കെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ദുരഭിമാന കൊല എത്ര എണ്ണമാണ് ഉണ്ടാകുന്നത്? 18 എണ്ണമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്നത്. ഒരു ജാതി താഴെ എന്ന് ചില മനുഷ്യർ വിചാരിക്കുന്ന ആളുകളെ, ഇപ്പം നമ്മൾ ഈ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി പിന്നാക്കക്കാർ എന്ന് പറയുന്നുണ്ട്, പിന്നോക്കക്കാർ എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ മനുഷ്യൻ തന്നെ വിശേഷിപ്പിച്ചു കൊടുത്ത പട്ടികകളിൽ വെച്ച് എന്തോ മോശപ്പെട്ട മനുഷ്യരാണ് എന്ന പരിഗണന അതായത് ജാതിയെക്കുറിച്ച് പറയുമ്പോൾ പോലും പലപ്പോഴും ഞങ്ങൾ അനുഭാവപൂർവ്വമാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു മേനി നടിച്ച് പറയുന്ന മനുഷ്യന്മാരുണ്ട്. ഞങ്ങളൊന്നും അങ്ങനെ കാണുന്നവരല്ല എന്ന് പറയുന്നവരുണ്ട്. ആ രീതിയിൽ പോലും ഈ വിഭജനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അനുകൂലിച്ച് പറയുന്നതിനിടയിൽ പോലും അരാഷ്ട്രീയമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഇരിക്കുകയാണ് നമ്മൾ. ഇത് 1947 അർദ്ധരാത്രിയിൽ വീണ്ടെടുക്കുകയും പിന്നീട് ഇങ്ങോട്ട് പൂർണ്ണമായും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നല്ല ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. തുടർ പോരാട്ടമാണ്. മാളവിക ബിന്നി ഇന്ന് എഴുതിയ ലേഖനത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതൊരു തുടർ പോരാട്ടമാണ്. ഈക്വാലിറ്റി എന്ന് പറയുന്നത്, മനുഷ്യന്മാരെ അധിക്ഷേപിക്കാതിരിക്കുക എന്ന് പറയുന്നത്, മനുഷ്യന്മാരുടെ അഭിമാന ബോധത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായി നിൽക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മല്ലികാർജ്ജുന ഖാർഗെ ആ വിഷയം പാർലമെന്റിൽ പോയി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധ്യത്തെ ഇത്രയും കാലം കണ്ട നമുക്കറിയാം, അത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഇത്രയും വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ആനുകാലിക ഇന്ത്യയിൽ ഇതാണ് നേരിടുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം അങ്ങനെ ശബ്ദം ഉയർത്താൻ കഴിയാത്ത അനേകർക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുക. ഇതാദ്യമായിട്ടല്ലല്ലോ നമ്മൾ ശുദ്ധീകരണം കേൾക്കുന്നത്. ആ വാക്കിൽ തന്നെയുണ്ട്, അശുദ്ധിയാണ്. ഒരു പ്രത്യേക ജാതിയുടെ ചാപ്പയടിച്ചു പോയാൽ നിങ്ങൾക്ക് അശുദ്ധിയാണ് എന്ന സങ്കല്പം. ഞാനൊരു ചരിത്രം പറയാം. കാരണം മല്ലികാർജ്ജുൻ ഖർഗെ ഒരു ബുദ്ധിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതക്രമങ്ങളിൽ അങ്ങേയറ്റത്തെ സെക്യുലറായ, അങ്ങേയറ്റത്തെ പുരോഗമനാശയം വെച്ച് പുലർത്തുന്ന മനുഷ്യനാണ് നമ്മുടെ മല്ലികാർജ്ജുൻ ഖർഗെ. നേരത്തെ പിയാ സുനിൽ പറഞ്ഞതുപോലെ 1948 നമ്മുടെ ഹൈദരാബാദ് ഒരു സ്റ്റേറ്റായിരിക്കുന്ന സമയത്ത് അന്ന് ഹൈദരാബാദിലെ നിസാമിൻ്റെ സ്വകാര്യ പടയാളികൾ, റാസാഖാസ് എന്ന് പറയുന്ന സ്വകാര്യ സൈന്യം ഈ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട് തീയിട്ട് എരിയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് പ്രിയങ്ക ഖാർഗെ വളരെ വേദനയോടുകൂടി പറയുന്ന ഒരു വാചകമുണ്ട്. എൻ്റെ മുത്തച്ഛൻ ഓടിപ്പോയപ്പോൾ ഞാൻ കണ്ടത് കത്തിയിരിഞ്ഞ് കിടക്കുന്ന ആ കുടിലായിരുന്നു. ആ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ, പകരം എൻ്റെ മുത്തച്ഛനെയും ബാക്കിയുള്ള കുടുംബങ്ങളെയെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നാണ്. 7ാമത്തെ വയസ്സിലാണ് മല്ലികാർജ്ജുൻ ഖർഗെ അന്ന് അവിടെ നിന്ന് ആ കുടിലിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് ഓർമ്മിക്കണം. ഹൈദരാബാദ് നിസാമിൻ്റെ സ്വകാര്യ സേന വേട്ടയാടിയ മനുഷ്യനാണ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ കുടുംബം. അവിടെ നിന്ന് പിന്നീട് സ്വപ്രയത്നം കൊണ്ട് ജാതി വിവേചനത്തിൻ്റെയും ദളിത് വിവേചനത്തിൻ്റെയും എല്ലാം തീക്കനലുകൾ ചാടിക്കടന്നു വന്ന മനുഷ്യനാണ്, താണ്ടിക്കടന്നു വന്ന മനുഷ്യനാണ് മല്ലികാർജ്ജുൻ ഖർഗെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സീതാറാം കേസരിക്ക് ശേഷം കോൺഗ്രസിൻ്റെ കുടുംബത്തിൽ നിന്നല്ലാതെ തലപ്പൊക്കമുള്ളൊരു നേതാവ് കോൺഗ്രസിനെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് മല്ലികാർജ്ജുൻ ഖർഗെയാണ്. ആ അർത്ഥത്തിലൊരു സാമൂഹിക നീതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തലപ്പൊക്കത്ത് രജതരേഖയായി ഒരു വൈഡൂര്യമായി നിൽക്കുന്നുണ്ട്. ആ മനുഷ്യൻ്റെ പേരാണ് മല്ലികാർജ്ജുൻ ഖർഗെ. ആ മല്ലികാർജ്ജുൻ ഖർഗെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 8-ാം തീയതി കോൺഗ്രസ് പ്രവർത്തകർ അഭിസംബോധന ചെയ്തത് ഈ ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ റാമില്ല മൈതാനത്ത് വെച്ചാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയ ശ്രീരാമസേനയുടെ ധർമാർത്ഥ സേവാ ന്യാസ് എന്ന വിഭാഗം അവിടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ചു, പ്യൂരിഫിക്കേഷൻ.
ഈ ശുദ്ധീകരണം നമ്മൾ കേൾക്കുന്നത്, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ ഇതാദ്യമായിട്ടല്ല. ഞാൻ 1927 ഒരു സംഭവം പറയാം. 1927 മാർച്ച് മാസത്തിൽ 20-ാം തീയതി ഡോക്ടർ BR അംബേദ്കറും അംബേദ്കറിൻ്റെ അനുയായികളും കൂടി ഒരു വലിയ സത്യാഗ്രഹം ആസൂത്രണം ചെയ്യുന്നു. മഹദ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ, മഹദ് എന്ന് പറയുന്ന സ്ഥലത്ത് ചൗദാർ കുളത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ ദളിതർക്ക് അവകാശം നിഷേധിക്കപ്പെട്ട സ്ഥലത്ത് വലിയ രീതിയിൽ മാർച്ചുമായിട്ടെത്തുന്നു. അങ്ങനെ ചൗദാർ കുളത്തിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കാൻ വേണ്ടി അംബേദ്കർക്കൊപ്പമുണ്ടായിരുന്ന മനുഷ്യരും ചേർന്ന് നടത്തിയ പോരാട്ടം പിന്നീട് മഹദ് സത്യാഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതിനുശേഷം എന്താ സംഭവിച്ചെന്നറിയാമോ? അന്ന് ആ സത്യാഗ്രഹം നടത്തി കഴിഞ്ഞു പോയപ്പോൾ അവിടേക്കെത്തിയ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇതേപോലെയുള്ള ശ്രീരാമസേന ധർമാർത്ഥ് സേവാന്യാസിനെ പോലെയുള്ള ആളുകൾ ആ കുളത്തിലേക്ക് 108 കുടത്തിൽ ചാണകവും ഗോമൂത്രവുമായിട്ട് വന്നിട്ട് മനുഷ്യൻ്റെ സ്പർശം കൊണ്ട് മലിനമായ ആ തടാകത്തെ ചാണകം കലക്കി ശുദ്ധീകരിച്ചു എന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യൻ്റെ കൈ തൊട്ട് സാധാരണ ഒരു മനുഷ്യൻ്റെ കൈതൊട്ട തടാകത്തെ ശുദ്ധീകരിക്കാൻ ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ച് ശുദ്ധീകരിച്ച വിഭാഗമാണ് ഈ പറയുന്ന സവർണ വിഭാഗം. ആ ഗ്രൂപ്പിൻ്റെ, ആ സംഘത്തിൻ്റെ അതേ യുക്തിയാണ് ഇപ്പോഴും ശ്രീരാമസേനയും ആ ശ്രീരാമസേന ചെയ്ത പ്രവർത്തിക്ക് ഈ നിമിഷം വരെയും FIR ഇടാതെ പുഷ്കർ സിംഗ് ധാമയുടെ പാർട്ടി BJPയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം. ആ മല്ലികാർജുൻ ഖർഗെക്ക് വന്ന് പറയേണ്ടി വന്നിരിക്കുന്നു, ഇതാ ഞാനൊരു ജാതി വിവേചനത്തിനിരയായിരിക്കുന്നു എന്നുള്ളത്. ആരാണ് മല്ലികാർജുൻ ഖർഗെ? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ, ദേശീയ പാർട്ടിയുടെ അധ്യക്ഷനാണ്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പാർലമെൻറ്റ് നിയമസഭാ സാമാജികരിൽ ഒരാളാണ്. ആ മനുഷ്യനെയാണ് ജാതീയമായി അധിക്ഷേപിച്ചിരിക്കുന്നത്. ആ മനുഷ്യൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നിട്ട് എന്തോ ഒരു തുക്കള കാരണം പറയുന്നു, ഈ മൈതാനം ജാതി മതപ്രവർത്തനങ്ങൾക്ക് മാത്രമേ വിട്ടുകൊടുക്കാവൂ, രാഷ്ട്രീയത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. BJP ഭരിക്കുന്നിടത്താണെന്ന് ഓർമ്മ വേണം. ഇന്നിപ്പോൾ JP നദ്ദയ്ക്കെതിരെ അപലപിച്ചിട്ടുണ്ടെങ്കിലും ഈ നിമിഷം വരെയും ഒരു കേസ് എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മല്ലികാർജുൻ ഖർഗെ പറഞ്ഞത് ആദ്യം നിങ്ങൾ കേസെടുക്കൂ, അതിനുശേഷം നിങ്ങൾ സംസാരിക്കൂ എന്നാണ്. മല്ലികാർജുൻ ഖർഗെ ഒരു ഘട്ടത്തിൽ പോലും തൻ്റെ പിന്നോക്കാവസ്ഥയെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും ശ്രമിച്ചിരുന്നില്ല. ഇനി അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിന് ശ്രമിക്കുന്നത് തെറ്റാണെന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാൻ ബുദ്ധിസ്റ്റ് ട്രഡീഷനാണ് പിന്തുടരുന്നത്, എൻ്റെ ജാതീയമായിട്ടുള്ള അവസ്ഥ എൻ്റെ അവസ്ഥ മാത്രമാണ്, പക്ഷേ ഞാൻ കഠിനാധ്വാനത്തിൽ ഉയർന്നു വരാൻ ശ്രമിക്കുന്ന മനുഷ്യനാണ് എന്നെപ്പോഴും പറയുന്ന മല്ലികാർജുൻ ഖർഗെ. അദ്ദേഹത്തിൻ്റെ ഉയർപ്പിന് പിന്നിൽ നിരന്തരമായിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ഉണ്ട്, നിരന്തരമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ഘട്ടത്തിൽ പോലും ആ നാക്ക് സാമൂഹിക നീതിക്ക് അല്ലാത്ത വിധം ഒന്ന് ശബ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ മല്ലികാർജുൻ ഖർഗെയാണ് യഥാർത്ഥത്തിൽ ജാതി വിവേചനം നേരിട്ടത്. ഞെട്ടിപ്പിക്കുന്ന വിഷയമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ, രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. നമ്മുടെ നാട്ടിലെ ദളിത് വിഭാഗങ്ങൾ അധികാര ശ്രേണിയുടെ ഏതു ഘട്ടത്തിൽ എവിടെ എത്ര ശതമാനമുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായൊരു കണക്ക് പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ പോലും ആലോചിക്കാത്ത ഒരു കണക്കാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മന്ത്രിമാരെ നോക്കിയിട്ടല്ല, പ്രധാനമന്ത്രി ചായക്കടക്കാരനായിരിക്കാം, പ്രധാനമന്ത്രി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളായിരിക്കാം, പക്ഷേ ഇന്ത്യയിലെ സ്റ്റേറ്റ് എന്ന മെഷീനറിയെ മുന്നോട്ട് നയിക്കുന്ന ബ്യൂറോക്രസി എത്രമേൽ ജാതി വിവേചനത്തിൽ അധിഷ്ഠിതമാണ് എന്നതാണ് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധി പറഞ്ഞ കണക്ക് ഇങ്ങനെയാണ്, ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന പില്ലേഴ്സ് എന്ന് പറയുന്നത് 90 സെക്രട്ടറിമാരാണ്. ആ കേന്ദ്രത്തിലിരിക്കുന്ന 90 സെക്രട്ടറിമാരിൽ 3 പേർ ദളിതാണ്, 3 പേർ OBC ആണ്, ഒരാൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളാണ്. 90 പേരിൽ 7 പേർ മാത്രമാണ് സവർണരല്ലാത്തവരായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ 5 മുതൽ 7% മാത്രം വരെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തലപ്പത്താണ് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട സെക്രട്ടറിമാരിരിക്കുന്നത്. ബാക്കി 95% കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ദളിതല്ലാത്ത സവർണരായിട്ടുള്ള സെക്രട്ടറിമാരാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ മനോഭാവം ഇന്ത്യ എന്ന സ്റ്റേറ്റിനുണ്ട്, ഇന്ത്യ എന്ന സ്റ്റേറ്റിൻ്റെ അധികാര ഘടനയ്ക്കുണ്ട്. ഇന്നും മൊത്തം രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ 20%-ലേറെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഉത്തർപ്രദേശിലാണ്. ആ ഉത്തർപ്രദേശിൻ്റെ ഒരു ആയിരുന്ന ഉത്തരാഖണ്ഡിലാണ് ഈ വിവേചനം നേരിട്ടതെന്നുള്ളതാണ് ഏറ്റവും ക്രൂരമായ കാര്യം. അപ്പോൾ ഉത്തരേന്ത്യയിൽ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ നോക്കൂ, ഉത്തരാഖണ്ഡ് ആണെങ്കിലും ഉത്തർപ്രദേശ് ആണെങ്കിലും രാജസ്ഥാൻ ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും ഈ ദളിത് അട്രോസിറ്റീസിൻ്റെ കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്ന സ്റ്റേറ്റുകളാണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും മഹത് സത്യാഗ്രഹത്തിൽ അംബേദ്കർ വന്ന്
സത്യാഗ്രഹം നടത്തിയ ചൗദക്കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് അന്ന് സത്യാഗ്രഹം നടത്തിയ ആ കുളത്തെ മലീമസപ്പെടുത്തിയ ഈ സവർണ മനോഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതിന് അധികാരം കൊണ്ട് കുടപിടിക്കുന്നു BJP എന്നുള്ളതാണ്. BJPക്ക് ഇനിയും മനസ്സിലാകാതെ പോകുന്നത് സാമൂഹിക നീതി എന്ന ആശയമാണ്, സാഹോദര്യം എന്ന ആശയമാണ്. അതിനൊരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. മല്ലികാർജുൻ ഖർഗെയാണ് ഇക്കുറി അതിന് ഇരയാക്കി തീർത്തിരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ പഴയതുപോലെയല്ല. ജെൻസി ആണെങ്കിലും പുതിയ തലമുറയാണെങ്കിലും പുതിയ നൂറ്റാണ്ടാണെങ്കിലും പുതിയ കാലമാണെങ്കിലും ഈ ജാതി വിവേചനത്തെ തെല്ലും വകവെച്ചു കൊടുക്കുമെന്ന് കരുതുക വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇന്നിപ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നതും ഒടുവിൽ നദ്ദയ്ക്ക് BJPക്ക് തന്നെ ഈ ശ്രീരാമസേനയെ തള്ളിപ്പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. അതുകൊണ്ട് ഖർഗെയ്ക്കുള്ള വിവേചനം, ഖർഗെയ്ക്ക് നേരിട്ട വിവേചനം ഈ സ്വാതന്ത്ര്യദിനം മറ്റൊരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ വേണ്ടി വാതിൽക്കൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഒരേ സമയം ലജ്ജയും ഞെട്ടലും ഉണ്ടാക്കുന്ന ഒന്നാണ്. ഖർഗെയ്ക്കും വിവേചനമോ? തീർച്ചയായിട്ടും വിവേചനമുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് ഒരു ദിവസം വരുന്ന സമയത്ത് ഈ ഖാർഗെയുമായിട്ട് ഏകദേശം 3 മണിക്കൂർ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടി. അപ്പം ഞാൻ അന്നേരം ഈ പ്രസിഡൻ്റ് ആകുന്നതിന് മുൻപാണത്. അപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റ് ആവും എന്നുള്ള മൈൻഡ് സെറ്റൊന്നും നമുക്കില്ല. പക്ഷേ വളരെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ദീർഘവീക്ഷണമുള്ള മനുഷ്യനാണ് ഇദ്ദേഹം എന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, കാരണം അത്രയും ഒരു ബേസ് ഉണ്ട് നേരത്തെ ചിന്തിച്ചിട്ടില്ലെങ്കിലും പിന്നീട് തോന്നിയത് എനിക്ക് ഇദ്ദേഹം എന്ത് ദീർഘവീക്ഷണമുള്ള ആളാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഒരു സംവിധാനം ഇപ്പോൾ 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മൾ. ആ സമയത്ത് എന്താണ്, ഓരോ 6 മിനിറ്റിലും ഓരോ 6 മിനിറ്റിലും ഒരു ദളിതനല്ലാത്തവരെ കൊണ്ട് ഒരാളെ കൊണ്ട് ആക്രമിക്കപ്പെടുകയാണ്. ഓരോ ദളിതനുമാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിൽ ഇപ്പോൾ പാർലമെൻറ്റിൽ വന്നൊരു കണക്ക് എന്ന് പറയുന്നത് 2019 തുടങ്ങി 2026 വരെ 498 ദളിതരാണ് മാൻഹോളിൽ വീണ് കൊല ചെയ്യപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക എങ്ങനെയാണ് ദളിതരെ ഇന്ത്യയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ ജാതി ആക്ഷേപം എന്ന് പറയുന്നത് ഏത് വലിയ സ്ഥാനത്തെത്തിയിട്ടും കാര്യമില്ല. ഏത് വലിയ സ്ഥാനത്തും ഇന്ത്യയുടെ ഏറ്റവും വലിയ പോസ്റ്റ് എന്ന് പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ പോസ്റ്റല്ലേ. പ്രസിഡൻറ്റിൻ്റെ പോസ്റ്റിൽ ഇരിക്കുന്നവർക്ക് വരെ ജാതി അധിക്ഷേപം നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ആണ് ചില സ്ഥലങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഇപ്പോൾ BJPയിൽ നിന്ന് നമ്മൾ അതിനേക്കാൾ അപ്പുറം പ്രതീക്ഷിക്കേണ്ട കേട്ടോ, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ അതിന് അപ്പുറം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഈ ബ്രാഹ്മണർ, ശൂദ്രർ, വൈശ്യർ, ക്ഷത്രിയർ എന്ന് പറഞ്ഞ് 4 വിഭാഗങ്ങളായി തിരിച്ച് ഹിന്ദു സംവിധാനത്തെ അങ്ങ് കൈകാര്യം ചെയ്തു. അതിൽ നിന്ന് പുറത്താണ് നമ്മൾ ഈ പറയുന്ന ദളിതർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും സാക്ഷരത കൈവരിച്ചു, ഇന്ത്യയിൽ നമ്മൾ വളരെ മുന്നോട്ട് വന്നു എന്നൊക്കെ പറയുന്ന സമയത്തും ഇന്നലെ ഒരു ഡോക്ടർക്ക് ഒരു പശുവിനെ വാഹനം ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്കോപ്പ് മറ്റേ നമ്മുടെ ഫോർച്യൂണർ വാഹനം മറച്ചിടുകയാണ് ആൾക്കാർ വന്നിട്ട്. എന്താ കാരണം? പശുവിനെ ഇടിച്ചു എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അടിച്ച് അവശനാക്കി പോലീസ് നിൽക്കുമ്പോഴും അടിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, എങ്ങനെ അതിന് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾക്കിപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഏറ്റവും വലിയ പോസ്റ്റിലിരിക്കുന്നതാണ് മല്ലികാർജുന ഖാർഗെ എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ്. അപ്പോൾ അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതലൊരു പോസ്റ്റ് ഇല്ല കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം. അവിടെ നിന്ന് ആ അധ്യക്ഷന് വിവേചനം നേരിട്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാർലമെൻറ്റിൽ വന്ന് സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. ചാണകം തളിക്കുകയാണ്. മനുഷ്യൻ കയറുന്ന സ്ഥലത്ത് ശുദ്ധീകരണം നടത്താൻ വേണ്ടി ചാണകം തളിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ത്യയുടെ ഒരു വിഭാഗം പോയി നിൽക്കുന്നത്. കൂടുതൽ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളെക്കാളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അവർ ഋഗ്വേദവും ഒക്കെ ഭരണഘടനേൻ്റെ ഭാഗമാക്കണം, ഭരണഘടനേൻ്റെ ഭാഗമാക്കി അതിലൊക്കെ ചർച്ച നടത്തണം എന്ന് പറഞ്ഞ് വാദിച്ച ആൾക്കാർ, മനുസ്മൃതിയും ഭാഗമാക്കണം എന്ന് പറഞ്ഞ് ചർച്ച നടത്തി അതിനിട്ട് മുന്നോട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടാണ് ഭരണഘടന ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നൊക്കെ വളരെ മുന്നോട്ട് പോകണം. കാരണം ഇത് നമ്മൾ ഒരു സംവിധാനം ചർച്ച ചെയ്തുകൊണ്ടോ ഒന്നും മാറ്റം വരുന്നു എന്നുള്ളതല്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനങ്ങളിലെങ്കിലും ഇങ്ങനെ ഇല്ലാതാകുക എന്നുള്ള ഇന്ന് വരുന്ന തലമുറയ്ക്കെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഈ പറയുന്ന തൊലിപ്പുറത്തല്ല ഈ എല്ലാ സംവിധാനവും ഉള്ളത്, എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് എന്നും മനസ്സിലാക്കുക. കാരണം നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തതിൻ്റെ അകത്തും ഒരു ദളിതനുണ്ടാവാം, അല്ലെങ്കിൽ ഒരു കർത്തവർഗ്ഗക്കാരനുണ്ടാവാം. അപ്പോൾ ഇതെങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ നോക്കിക്കോളൂ. പക്ഷേ ഈ ജാതി വിവേചനം എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ്. നേരത്തെ അരുൺ സാർ പറഞ്ഞില്ലേ, പ്രസിഡൻറ്റിന് വരെ ഒരു പലകിയിട്ടതിൻ്റെ അപ്പുറം നിൽക്കേണ്ട അവസ്ഥയാണ്. ആരാണ്? ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. അവരെ തടയാൻ വരെ ഈ ജാതിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് കോൺഗ്രസിൻ്റെ വലിയ ജാഥ കാണുമായിരുന്നു. സന്തോഷം തോന്നി. കാരണം
കേരളത്തിലേ അത് നടക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. വേറൊരു സ്റ്റേറ്റിൽ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് വരികയും ജാതി അടിസ്ഥാനത്തിൽ ഇനിയുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ പറയുന്ന ഒരു വിവേചനം ഉണ്ടാകരുത്, നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകരുത് എന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെടേണ്ട അത്യാവശ്യമാണ്. അതിന് ഈ പ്രസിഡന്റ് എന്തുകൊണ്ടായിരിക്കും മല്ലികാർജ്ജുന ഖാർഗെ വന്നിട്ട് ഇത് പാർലമെൻറ്റിൽ പറയുന്നത്? പാർലമെൻറ്റിൽ പറയാനുള്ള കാരണം ഇത് ഇന്ത്യ ചർച്ച ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിന് മനസ്സിൽ വെച്ചാൽ മതി. കാരണം അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന കാര്യം, അദ്ദേഹത്തിന് മാത്രം ഏറ്റ കാര്യം. എന്തുകൊണ്ടാണ് പാർലമെൻറ്റിൽ പറയുന്നത്? ഇന്ത്യ ചർച്ച ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഇന്ത്യ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ രാജ്യം ചർച്ച ചെയ്യണ്ടേ? രാജ്യം ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഇന്ത്യയിലുണ്ടോ? അതില്ല എന്നുള്ളതാണ്. ഈ സി ജെ പിയുടെ സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ എങ്ങനെയാണ് അമേരിക്കയിൽ പോയി പഠിച്ചത് എന്നൊരു BJP MP ചോദിച്ചു. ആ ചോദ്യം അഭിജിത്ത് ദീപ്കെക്ക് അങ്ങനെ പണം കിട്ടി എന്നുള്ളതല്ല, അദ്ദേഹം ഒരു ദളിതനാണ് എന്നുകൊണ്ടാണ്. എങ്ങനെ അമേരിക്കയിൽ പോയി പഠിച്ചു എന്നുള്ളതാണ്. ഖർഗെയ്ക്കും വിവേചനമോ എന്നതാണ് ചോദ്യം. 4 പേരുടെയും ഉത്തരം യെസ് എന്നാണ്. Meet the editors.